നമസ്കാരം. +1 ഫോക്കസ് ഏരിയ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ് ഫോക്കസ് ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് രണ്ട് ലോസ് മാത്രം, ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ആദ്യം നമുക്ക് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ നോക്കാം. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ജോസഫ് പ്രൗസ്റ്റ് എന്നാണ്. ലോ പറയുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ ഗിവൻ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദി സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും ഒരേ എലമെൻറ്റ്സ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ എലമെൻറ്റ്സ് വെറുതെ എങ്ങനെയെങ്കിലും കമ്പൈൻ ചെയ്തേക്കുമല്ല, ഒരു ഫിക്സഡ് റേഷ്യോയിലാണ്, അവരുടെ മാസിൻ്റെ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ആ പർട്ടിക്കുലർ കോമ്പൗണ്ടായിട്ട് നിലകൊള്ളുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യം വരാം. ലോ സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോൾ ഈ ലോ എന്താണെന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനായിട്ടും കൂടെ ചോദ്യം വരാം. ഇല്ലുസ്ട്രേറ്റ് ദി ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. എങ്ങനെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യും? ടീച്ചർ കാണിച്ചു തരാം. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാർബൺ ഡയോക്സൈഡ് എന്ന കോമ്പൗണ്ട്. കാർബൺ ഡയോക്സൈഡ് എന്ന കോമ്പൗണ്ടിൽ കാർബണും ഓക്സിജനുമാണ് അല്ലേ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് പല രീതിയിൽ ഉണ്ടാകാമല്ലോ. ഇപ്പോൾ നമ്മൾ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഡയറക്റ്റായിട്ട് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഇനി റെസ്പിറേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് രീതിയിൽ എന്ത് സോഴ്സിൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്താലും കാർബൺ ഡയോക്സൈഡ് വിൽ ഓൾവേസ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഓക്സിജൻ ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ, CO2. അതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമുല അല്ലേ. അപ്പോൾ കാർബണിൻ്റെ മാസ് കാർബൺ ഡയോക്സൈഡിൽ 12 ഗ്രാം ആണ്, ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മളൊരു കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി റേഷ്യോ ആസ് 3:8. അപ്പോൾ എല്ലാ സോഴ്സസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ എപ്പോഴും 3:8 ആണ്. അതാണ് ഈ ലോ പറഞ്ഞത്. അണ്ടർസ്റ്റുഡ്? ഇത് കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല, ഏതൊരു കോമ്പൗണ്ടിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോയാണ്. ഓക്കെ. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് പ്രപ്പോസ് ചെയ്യുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് 2 elements combine to form more than one compound, then the different masses of one of the elements that combines with fixed mass of the other element are in simple whole number ratios. എന്താണെന്ന് പറഞ്ഞുതരാം. 2 എലമെൻറ്റ്സ് ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്തു എന്ന് വിചാരിക്കും. സേ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ എന്ന കോമ്പൗണ്ടും H2O2 എന്ന കോമ്പൗണ്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന കോമ്പൗണ്ടും ഫോം ചെയ്തു. ഇതിൽ ഹൈഡ്രജൻ്റെ മാസ് 2 കോമ്പൗണ്ടിലും സെയിം ആണ് അല്ലേ, ഫിക്സഡ് ആണ്. ഹൈഡ്രജൻ 2 grams each ഇൻ ബോത്ത് ദി കോമ്പൗണ്ട്സ്. അതേസമയം ഓക്സിജൻ്റെ മാസ് നിങ്ങൾക്ക് ഒരു റേഷ്യോയിലാണെന്ന് മനസ്സിലാവും. H2Oയിൽ ഓക്സിജൻ്റെ 16 grams ആണെങ്കിൽ H2O2ൽ ഓക്സിജൻ്റെ മാസ് 32 grams ആണ്. അപ്പോൾ ദി ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ എലമെൻറ്റ് ദറ്റ് കമ്പൈൻസ് വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്സിജൻ്റെ മാസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഫിക്സഡ് മാസാണ് വൺ ഓഫ് ദി എലമെൻറ്റിന്, പക്ഷേ മറ്റേ എലമെൻറ്റിൻ്റെ മാസ് ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ H2Oയിലും H2O2യിലും ഓക്സിജൻ്റെ റേഷ്യോ ആണ് നമ്മൾ പറയുന്നത് 16:32. ദാറ്റ് ഈസ് 1:2 എന്ന സിമ്പിൾ റേഷ്യോയിലാണ്. സോ ദിസ് ഇസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ എക്സാമ്പിളോ മറ്റേതെങ്കിലും എക്സാമ്പിളോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇനി ആറ്റോമിക് മാസ് എന്ന ടോപ്പിക്കാണ്. ആറ്റോമിക് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ മാസ് തന്നെയാണ്. പക്ഷേ ആറ്റം വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം യു കെ നോട്ട് ഈവൻ സീ ദാറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മുൻപ് ആദ്യം ചെയ്തിരുന്നത് ഹൈഡ്രജൻ ആണല്ലോ ഏറ്റവും ചെറിയ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ ആർബിട്രറി ആയിട്ട് 1 എന്ന് കൊടുത്തു. എന്നിട്ട് ബാക്കി എലമെൻസിൻ്റെ മാസിനെ ഹൈഡ്രജൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു. അതിനെ ആ മെത്തേഡിനെ നമ്മൾ റിലേറ്റീവ് ആറ്റമിക് മാസ് മെത്തേഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഈ മെത്തേഡ് പ്രകാരം കാർബൺ ആറ്റത്തിൻ്റെ ഐസോട്ടോപ്പായ C12 ആറ്റത്തിൻ്റെ 1/12 മാസിനെയാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് മാസമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ മാസുമായിട്ട് ബാക്കി എലമെൻസിൻ്റെ മാസിനെ കമ്പയർ ചെയ്ത് പറയാണ്. അപ്പോൾ 1 AMU അല്ലെങ്കിൽ 1 ആറ്റമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 മാസ് ഓഫ് എ C12 ഐസോട്ടോപ്പാണ്. ഒരു C12 ഐസോട്ടോപ്പ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആ മാസിനെയാണ് നമ്മൾ 1 AMU എന്ന് പറയുന്നത്. ആൻഡ് 1 AMU is equal to 1.66056 into 10 raised to minus 24 grams. ഇതാണ് ഗ്രാമുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. 1 ആറ്റമിക് മാസ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1.66056 into 10 raised to minus 24 grams. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ആറ്റമിക് മാസ് യൂണിറ്റ്. ഇപ്പോൾ ഈ ആറ്റമിക് മാസ് യൂണിറ്റ് എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് യൂണിഫൈഡ് മാസ് എന്നാക്കിയിട്ടുണ്ട്. ഇതേ പ്രൊസീജിയർ തന്നെ, കമ്പാരിസൺ ഒക്കെ സെയിം തന്നെ, 1/12 മാസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ AMU എന്നുള്ളതിന് പകരം നമ്മൾ യൂണിഫൈഡ് മാസ് അഥവാ U എന്ന എബ്രിവിയേഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആവറേജ് ആറ്റമിക് മാസ്. എന്തായിരിക്കും ആവറേജ് ആറ്റമിക് മാസ്? ചില എലമെൻസിന് ഐസോടോപ്സ് ഉണ്ടാവും. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റമിക് നമ്പർ പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഐസോടോപ്പുകളുടെയൊക്കെ ആറ്റമിക് മാസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവറേജ് ആറ്റമിക് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് ആറ്റമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എലമെൻറ്റിൻ്റെ ഐസോടോപ്പുകളുടെ മാസ് അറിയണം, അതുപോലെ അവരുടെ റിലേറ്റീവ് അബണ്ടൻസും കൂടെ അറിയണം. റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് ഇപ്പോൾ 3 ഐസോടോപ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരും എത്ര പ്രൊപ്പോർഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോറിനാറ്റ് Cl35 ആൻഡ് Cl37, ഈ 2 ആറ്റംസിൻ്റെയും റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത് 3:1 ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഇവരുടെ ആവറേജ് ആറ്റമിക് മാസ് കാണേണ്ടത് 3 × 35 പ്ലസ് 1 × 37 divided by 4. 3 plus 1, 4. So you'll get the average as 35.5. So this is the average atomic mass. Next is molecular mass. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ മാസ്സാണ്. അതെങ്ങനെ കിട്ടുന്നത്? ബൈ സമ്മിങ് അപ്പ് ദി ആറ്റമിക് masses ഓഫ് ഓൾ ദി എലിമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു കോമ്പൗണ്ടിൽ ഡിഫറെൻ്റ് ആറ്റംസ് ഉണ്ടാവുമല്ലോ. ഡിഫറെൻ്റ് ആറ്റംസ് ചിലത് ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലത് കൂടുതൽ എണ്ണം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലെറ്റ് us take കാർബൺ ഡൈഓക്സൈഡ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലേ. കാർബൺ ഡൈഓക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല ഈസ് CO2. എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ആറ്റം. ആൻഡ് ദി ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഇസ് 12U, യൂണിഫൈഡ് മാസ്. ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഇസ് 16 യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇനി മോളിക്കുലാർ മാസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ഒരെണ്ണേ ഉള്ളൂ, സോ 1 × 12 പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്, സോ 2 × 16. സോ ദാറ്റ് ഇസ് 12 പ്ലസ് 32 which is equal to 44 യൂണിഫൈഡ് മാസ്. അപ്പോൾ ഇതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്. ഇതുപോലെ എല്ലാ കോമ്പൗണ്ട്സിൻ്റെയും മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
അടുത്തത് ഫോർമുല മാസ്. ഫോർമുല മാസ് ഉപയോഗിക്കുന്നത് അയണിക് കോമ്പൗണ്ട്സിന് വേണ്ടിയിട്ടാണ്. അയണിക് കോമ്പൗണ്ട്സിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആയിട്ടല്ല അവർ പ്രസൻ്റ് ആയിട്ടുള്ളത്. 3 ഡൈമെൻഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിനാണ്, അയോൺസിൻ്റെ അറേഞ്ച്മെൻറ്റിനാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഡെഫിനറ്റ് പൊസിഷൻസിൽ അയോൺസ് അവരുടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, കോമ്പൗണ്ടിന് ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടാവുമല്ലോ, എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അതിനകത്ത് അയോൺസ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഡെഫിനറ്റ് പൊസിഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അയണിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലാർ മാസ് എന്നല്ല പറയുന്നത്, അതിന് പകരം നമ്മൾ ഫോർമുല മാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ we can take the example of sodium chloride. Let us take sodium chloride and calculate its formula mass. NaCl അല്ലേ, NaCl എന്നാണ് സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇതിൽ സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് നമുക്കറിയാം 23 യൂണിഫൈഡ് മാസ്, ക്ലോറിൻ്റെ ആറ്റമിക് മാസ്, ആവറേജ് ആറ്റമിക് മാസ് നമ്മൾ കണ്ടില്ലേ, കാരണം ക്ലോറിൻ ഐസോടോപ്സ് ഉണ്ട്. സോ 35.5 യൂണിഫൈഡ് മാസ്. ഇനി ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല മാസ് FM എന്ന് നമ്മൾ എഴുതുന്നത് FM ഇസ് 23 പ്ലസ് 35.5 ദാറ്റ് ഇസ് ഈക്വൽ ടു 58.5 unified mass. This is the formula mass of sodium chloride. ഇതുപോലെ എല്ലാ അയണിക് കോമ്പൗണ്ട്സിനും നമ്മൾ മോളിക്കുലാർ മാസിന് പകരം ഫോർമുല മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മോൾ കൺസെപ്റ്റാണ്. ഇച്ചിരി നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 എണ്ണത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ 20 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവഗാഡ്രോ നമ്പർ അഥവാ 6.022 ഇൻറ്റു 10⁻23 ആ ഒരു എണ്ണത്തെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. 6.022 ഇൻറ്റു 10⁻23. This number is important. It is known as Avogadro number or Avogadro's constant represented by n subscript A, capital A. മനസ്സിലായില്ലേ? ഇനി ഈ മോൾ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 മോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു യൂണിറ്റ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അഥവാ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ MOL എന്നാണ് എഴുതുക. ഇത് ഉദ്ദേശിക്കുന്നത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും 1 മോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് the amount of substance that contains Avogadro number of particles അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23. ഈ നമ്പറിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 12 ഗ്രാംസ് കാർബൺ C12 ഐസോട്ടോപ്പ് കാർബണിൽ 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. So 1 mole is the amount of substance that contains Avogadro number of particles or 6.022 into 10⁻23 particles. അപ്പോൾ 1 mole of hydrogen atoms എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 മോളിൽ 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് അർത്ഥം. 1 mole of water molecules എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 6.022 into 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉള്ള എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ 1 mole of water എന്ന് പറയുക. അണ്ടർസ്റ്റുഡ്? ഇനി 1 mole of sodium chloride എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 6.022 into 10⁻23 NaCl യൂണിറ്റ്സ്
ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ 1 mole ഓഫ് NaCl എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ്. 1 mole ഓഫ് എ സബ്സ്റ്റൻസിൻ്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം, രണ്ടിൻ്റെയും യൂണിറ്റ് ഡിഫറെൻ്റ് ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് മോളാർ മാസ് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഇൻ ഗ്രാംസ്. മോളിക്കുലാർ മാസിനെ ഗ്രാംസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മോളാർ മാസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കലി രണ്ടുപേരും സെയിം ആണ്, പക്ഷേ യൂണിറ്റ് ഇസ് ഡിഫറെൻറ്റ്. മോളാർ മാസ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ഗ്രാംസ്, മോളിക്കുലാർ മാസ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ യൂണിഫൈഡ് മാസ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു വാട്ടറിൻ്റെ മോളിക്കുലാർ മാസും മോളാർ മാസും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. മോളിക്കുലാർ മാസ് ഓഫ് H2O is equal to എത്രയാണ്? 2 into 1 plus 16, isn't it? Is equal to 18U അഥവാ 18 യൂണിഫൈഡ് മാസ്. അതേസമയം മോളാർ മാസ് ഓഫ് H2O can be written as 2 into 1 plus 16 is equal to 18 grams. അപ്പോൾ മോളാർ മാസ് 18 grams ആണ്, മോളിക്കുലാർ മാസ് 18 യൂണിഫൈഡ് മാസ് ആണ്. അതാണ് ഡിഫറൻസ്. അണ്ടർസ്റ്റുഡ്? നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. 52 moles ഓഫ് ആർഗൺ. 52 moles ഓഫ് ആർഗൺ എന്ന് പറയുന്നത് എന്താണ്? 52 moles മീൻസ് 52 into അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നല്ലേ അർത്ഥം. ആർഗൺ ഇസ് എ നോബിൾ ഗ്യാസ്, മോണോ ആറ്റമിക് ആണ്, ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ 1 mole ഓഫ് ആർഗൺ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആർഗൺ ആറ്റംസ് ഉണ്ടാവും. ഇവിടെ 52 moles ആണ്, അപ്പോൾ 52 into അവഗാഡ്രോ നമ്പർ ആയിരിക്കും നമ്മുടെ ആറ്റംസിൻ്റെ എണ്ണം. സോ 1 mole of argon is equal to 6.022 into 10 raised to 23 atoms. Therefore 52 moles means 52 into 6.022 into 10 raised to 23. So much will be the number of atoms of argon present in 52 moles of argon. ഇനി അടുത്തത് 52 യൂണിഫൈഡ് മാസ് ഓഫ് ഹീലിയം. ഹീലിയം മറ്റൊരു നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ ഹീലിയത്തിൻ്റെയും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഹീലിയം ആറ്റംസ് ആണ്. നമുക്കിവിടെ യൂണിഫൈഡ് മാസിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഒരു ഹീലിയം ആറ്റത്തിൻ്റെ മാസ് 4 യൂണിഫൈഡ് മാസാണ്. ഓക്കെ, മാസ് ഓഫ് 1 helium atom is equal to 4 unified mass. Therefore number of helium atoms in 52 unified mass will be equal to എത്രയായിരിക്കും? 52 divided by 4 is equal to 13. 13 atoms will be present in 52 unified mass of helium. How many atoms are present in 52 gram of helium? 52 gram എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് മാറി. ഇവിടെ നമ്മൾ മോളാർ മാസിൻ്റെ ടേംസിലാണ് പറയേണ്ടത്, കാരണം ഗ്രാംസ് ആണ് യൂണിറ്റ്. ഇസ്ന്റ്? അപ്പോൾ 1 mole ഓഫ് ഹീലിയത്തിൻ്റെ മാസ് എത്രയാണെന്ന് ചിന്തിക്കണം. നേരത്തെ നമ്മൾ ആറ്റമിക് മാസ് ആണ് എടുത്തത്, 4 യൂണിഫൈഡ് മാസ് എന്ന്. ഈ ആറ്റമിക് മാസ് മോളാർ മാസ് ആവുമ്പോൾ ഗ്രാംസ് ആവുന്നേ ഉള്ളൂ. സോ ദി മോളാർ മാസ് ഓഫ് ഹീലിയം വിൽ ബി 4 grams. So I'm going to write molar mass of helium is 4 grams. കേട്ടോ? അപ്പോൾ
I'm going to find the number of moles of helium in 52 grams. എത്രയായിരിക്കും? 52/4 is equal to 13. പക്ഷേ 13 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. ഇനി ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോൾ 13 മോൾസിൽ എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് ആറ്റംസ് in 13 moles of helium will be equal to 13 into 6.022 into 10 raised to 23. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So this is the number of atoms present in 52 grams of helium. Okay. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് is the reactant which gets consumed first in a chemical reaction. നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടാവാം അല്ലേ? അപ്പോൾ ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടാവുമ്പോൾ ഇതിലേതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് ആദ്യം തീർന്നു പോകും. അപ്പോൾ ആരാണോ ആദ്യം തീർന്നു പോകുന്നത് അയാളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അയാളെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് വിളിക്കുന്നത്? ഒരു റിയാക്റ്റൻ്റ് തീർന്നു പോയാൽ പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല അല്ലേ? പിന്നെ മറ്റേ റിയാക്റ്റൻ്റ് മാത്രമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. രണ്ട് റിയാക്റ്റൻസ് ചേർന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഒരു റിയാക്റ്റൻ്റ് തീർന്നു പോയാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് എ ലിമിറ്റിംഗ് റിയേജൻറ്റ്. കാരണം പിന്നെ റിയാക്ഷൻ നടക്കില്ല. സോ ദിസ് പെർട്ടിക്കുലർ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ഫർദർ പ്രൊസീഡിങ് ഓഫ് ദി റിയാക്ഷൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. ടെക്സ്റ്റിലുള്ള രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. In a reaction A plus B2 giving A B2, identify the limiting reagent if any in the following reaction mixtures. First question, 300 atoms of A plus 200 molecules of B. 300 atoms of A plus 200 molecules of B. അപ്പോൾ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ്റം ഓഫ് എ ഈസ് റിയാക്ടിങ് വിത്ത് 1 മോളിക്യൂൾ ഓഫ് ബി. അപ്പോൾ ഒരു ആറ്റം എക്ക് ഒരു മോളിക്യൂൾ ബി വേണം. അതാണ് സ്റ്റോയിഷ്യോമെട്രിക് പ്രപ്പോർഷൻ എന്ന് പറയുക. പക്ഷേ ഇവിടെ 300 ആറ്റംസ് ഓഫ് എ ഉണ്ട്, 200 മോളിക്യൂൾസ് ഓഫ് ബി എ ഉള്ളൂ. അപ്പോൾ ആദ്യം ആര് തീർന്നു? ബി തീർന്നു. സോ ഇൻ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, 2 മോൾസ് ഓഫ് എ പ്ലസ് 3 മോൾസ് ഓഫ് ബി. സ്റ്റോയിഷ്യോമെട്രിക് പ്രപ്പോർഷൻ ഒന്നുകൂടെ നോക്കൂ. 1 മോൾ ഓഫ് എ ഇസ് റിയാക്ടിങ് വിത്ത് 1 മോൾ ഓഫ് ബി ടു അല്ലേ? 1 മോൾ is reacting with 1 mole of B2. അപ്പോൾ അതാണ് 1 mole ഈച്ച് ആണ് സ്റ്റോയിഷ്യോമെട്രിക് പ്രപ്പോർഷൻ. പക്ഷേ ഇവിടെ 2 moles of A and 3 moles of B. അപ്പോൾ കുറവാരാണ്? 2 moles of A. അപ്പോൾ A ആദ്യം തീർന്നു പോകും. ഹെൻസ് A is the limiting reagent in the second case. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. 100 atoms of A is reacting with 100 molecules of B. 1 atom of A requires 1 molecule of B from the റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 100 ആറ്റംസ് ഓഫ് എ 100 മോളിക്യൂൾസ് ഓഫ് ബി ആയതുകൊണ്ട് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഇല്ല. ഇത് സ്റ്റോയിഷ്യോമെട്രിക്കലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. ദർ ഇസ് നോ ലിമിറ്റിംഗ് റിയേജൻ്റ് ഇൻ ദി തേർഡ് കേസ്. ഇനി നാലാമത്തെ നോക്കൂ, 5 മോൾസ് ഓഫ് എ പ്ലസ് 2.5 മോൾസ് ഓഫ് ബി. സോ ഹൂ വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്? ബി വിൽ ബി ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, 2.5 മോൾസ് ഓഫ് എ ആൻഡ് 5 മോൾസ് ഓഫ് ബി. So in the fifth question, A will be the limiting reagent. ആദ്യം തീർന്നു പോകുന്നത് A ആണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റോയിഷ്യോമെട്രിക് പ്രപ്പോർഷൻ നോക്കിയിട്ട് വേണം ലിമിറ്റിംഗ് റിയേജൻറ്റിനെ തീരുമാനിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dinitrogen and dihydrogen react with each other to produce ammonia according to the following chemical equation. N2 plus H2 giving 2NH3. Calculate the mass of ammonia produced if 2 into 10 raised to 3 grams of dinitrogen reacts with 1 into 10 raised to 3 grams of dihydrogen. Will any of the two reactants remain unreacted? If yes, which one and what would be its mass? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് നമുക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. അമോണിയ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള
റിയാക്റ്റൻസിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 2 × 10⁻³ നൈട്രജനും 1 × 10⁻³ ഗ്രാം ഓഫ് ഹൈഡ്രജനുമാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻസ് കാണാമല്ലോ നിങ്ങൾക്ക്. വിൽ എനി ഓഫ് ദ ടു റിമെയിൻസ് അൺറിയാക്റ്റഡ്? ഇഫ് യെസ്, വിച്ച് വൺ ആൻഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് മാസ്? ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണമെങ്കിൽ, എത്ര അമോണിയ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കണം. കാരണം ആ ലിമിറ്റിംഗ് റിയേജൻറ്റ് അനുസരിച്ചിട്ടല്ലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ലിമിറ്റിംഗ് റിയേജൻറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കില്ല. മറ്റേയാൾ എത്ര ഉണ്ടെങ്കിലും റിയാക്ഷൻ നടക്കില്ല. സോ വി വിൽ സോൾവ് ദിസ് ഫസ്റ്റ്. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും നമ്മൾ ആദ്യം തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ പോവാണ് മിസ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഈ ഇക്വേഷൻ അല്ലേ. 2NH3 ഗ്യാസ്. ഈ ഇക്വേഷൻ പ്രകാരം 14 ആണ് നൈട്രജൻ്റെ ആറ്റമിക് മാസ്. അപ്പോൾ 14 × 2 28 gram ഓഫ് നൈട്രജൻ ഇസ് റിയാക്ടിങ് വിത്ത് 6 gram ഓഫ് നൈട്രജൻ ടു ഫോം അമോണിയയുടെ മോളാർ മാസ് നൈട്രജൻ 14 + 3 17 grams × 2 34 grams അല്ലേ. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് പെർ ദിസ് കെമിക്കൽ ഇക്വേഷൻ. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ തന്നത് 2 × 10⁻³ gram ഓഫ് നൈട്രജൻ ഇസ് റിയാക്ടിങ് വിത്ത് 1 × 10⁻³ gram ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരാളെ എടുക്കാം. ഇപ്പോൾ സേ നൈട്രജൻ 28 gram നൈട്രജന് 6 gram ഹൈഡ്രജൻ ആണ് വേണ്ടത് അല്ലേ. ദെർഫോർ 2 × 10⁻³ gram നൈട്രജൻ requires എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം? 6/28 × 2 × 10⁻³. How much is that? Is equal to 428.57 gram approximately. Okay, അപ്പോൾ 2 × 10⁻³ gram എന്ന് പറയുന്നത് 2000 gram ഓഫ് നൈട്രജന് 428.57 gram ഹൈഡ്രജൻ മതി. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഹൈഡ്രജൻ എത്രയുണ്ട്? 1000 grams ഉണ്ട്. സോ യു ഡോണ്ട് റിക്വയർ ദാറ്റ് മച്ച് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ആരാണ് സത്യത്തിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഹു ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് ഹിയർ? നൈട്രജൻ ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് കൺസ്യൂംഡ് ഫസ്റ്റ്. നൈട്രജൻ ആദ്യം തീർന്നു പോകും, ഹൈഡ്രജൻ പിന്നെയും ബാക്കിയുണ്ടാവും. ഇനി അത് നമുക്ക് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരങ്ങൾ ഏകദേശം മനസ്സിലായി കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അമോണിയ എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ മാസ് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. കാരണം 1000 grams ഹൈഡ്രജനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നൈട്രജനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അമോണിയയുടെ മാസ് കണ്ടുപിടിക്കാം. നോക്കിക്കോ, $28 gram ഓഫ് നൈട്രജൻ പ്രൊഡ്യൂസ്ഡ് 34 grams ഓഫ് അമോണിയ. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? Therefore 2 × 10⁻³ gram of nitrogen will produce how much ammonia? എങ്ങനെയിട്ട് നമുക്ക് is equal to 34/28 × 2 × 10⁻³ which is equal to 2428.57 grams approximately. So this is the mass of ammonia produced. Now second question എന്തായിരുന്നു? Will any of the two reactants remain unreacted? Yes or no ചോദ്യമാണ് അല്ലേ? അതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ഒരു റിയാക്റ്റൻ്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കും. ആരാണത്? ആൻഡ് ഹൗ മച്ച് ഓഫ് ദാറ്റ്? ഹൈഡ്രജൻ ആണ് അൺറിയാക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യെസ് വിച്ച് വൺ ആൻഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് മാസ്? ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മാസ് എത്രയായിരിക്കും എന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും മാസ്?
how much will be the mass? You just subtract 1000 ൽ നിന്ന് 428.57 ആണ് ഹൈഡ്രജൻ വേണ്ടതെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 571.43 ഗ്രാം അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇത്രയുമാണ് അൺറിയാക്റ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ എമൗണ്ട്. സോ ദിസ് ഇസ് ഹൗ യു നീഡ് ടു ഡു ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലിമിറ്റിംഗ് റിയേജൻറ്റ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ഫോക്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. +2ൻ്റെ എല്ലാ വീഡിയോസും ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2 പോർഷൻസ് തുടങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയയും കൂടെ പഠിച്ചു പോവുക. സോ ദാറ്റ് യു വിൽ ബി പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ് ബിഫോർ യുവർ എക്സാംസ്. കേട്ടോ? കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.